ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ലെങ്തി വീഡിയോസും ചെയ്യാനൊന്നും അധികം ചെയ്യാറില്ല, എനിക്ക് സമയം കിട്ടാറില്ല വീട്ടിൽ. അപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. ആദ്യം തൊഴണം, എന്നിട്ട് പോയി അവിടുത്തെ സദ്യയൊക്കെ ഉണ്ടതിന് ശേഷം അവിടുത്തെ ഇറ കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാനൊരു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. അധികം ലെങ്തി ആയിരിക്കില്ല വീഡിയോ, പെട്ടെന്ന് തന്നെ കഴിയും. താഴെ അമ്മയൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് നേരമായിട്ട്. ഞാനിവിടെ ഡ്രസ്സ് ചെയ്യാൻ കുറച്ച് കൂടുതൽ ടൈം എടുത്തു. ഓക്കെ, കാണാം. വീട്ടിനടുത്തായോണ്ട് തന്നെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ആകെയുള്ള പ്രശ്നം എനിക്ക് നാട്ടിൽ നിന്ന് ഫോണൊക്കെ പിടിച്ച് വ്ളോഗ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ടാസ്ക്കായി തോന്നിയതാണ്. ഈ പ്രദേശത്തുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. ആദ്യം പോയി ഭഗവതിക്ക് മുന്നിൽ എണ്ണ സമർപ്പിച്ച് തൊഴുതു. തിരിച്ചു വരുമ്പോഴേക്കും സദ്യക്കുള്ള ക്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ സദ്യ കഴിഞ്ഞ് തിറ കാണാൻ വേണ്ടി നിന്നു. കുറച്ച് ചെയറൊക്കെ ഫ്രീ ആയി കണ്ടപ്പം പിന്നെ അവിടെ ഇരുന്ന് കാണാൻ. തിറയാട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിറയാട്ടം തെക്കൻ മലബാറിലെ, അതായത് കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ കാവുകളിലും തറവാട്ട് സ്ഥാനങ്ങളിലും വർഷം തോറും നടത്തിവരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം. തിറയുമായി ബന്ധപ്പെട്ട് മിക്ക കഥകളും തലമുറകളായി വായ്മൊഴി ചരിത്രങ്ങളായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊരു ഐതിഹ്യം അനുസരിച്ച് 16-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ മണ്ണാൻ സമുദായത്തിലെ മണക്കാടനെ കോലോത്തിരി രാജാവ് ഒരു രാത്രിയിൽ 36 തെയ്യങ്ങൾ അവതരിപ്പിക്കാൻ വെല്ലുവിളിച്ചു. അത് അസാധ്യമായ ഒരു കാര്യമാണെന്ന് തോന്നിയെങ്കിലും അദ്ദേഹം അതിൽ വിജയിച്ചു. രാജാവ് അദ്ദേഹത്തെ ഗുരുക്കൾ എന്ന പദവി നൽകി ആദരിച്ചു. ഇന്നത്തെ തിറകൾ മണക്കാടൻ ഗുരുക്കൾ സൃഷ്ടിച്ചതിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. മണ്ണാന്മാർ, പുലയർ, പാണൻ, ചെറുമർ, മാവേലൻ, കോപ്പാളർ, മലയൻ തുടങ്ങിയ സമൂഹങ്ങൾക്കുള്ളിലാണ് അവതരിപ്പിക്കാനുള്ള അവകാശം. തിറയാട്ടത്തിൽ ചെണ്ട, ഇലത്താളം, തുടി, പഞ്ചായത്തൻ കുഴൽ എന്നീ വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. മലബാറിലെ തെയ്യം, തീയാട്ട്, മധ്യ കേരളത്തിലെ മുടിയേറ്റ്, തിരുവിതാംകൂറിലെ പടയണി, തുളുനാട്ടിലെ കോള എന്നീ അനുഷ്ഠാന കലകളുമായി തിറയാട്ടത്തിന് ചില സാദൃശ്യങ്ങളുണ്ട്. രാത്രിയിൽ ചൂട്ടുവെളിച്ചത്തിലാണ് തിറക്കോലങ്ങൾ നിറഞ്ഞാടുന്നത് എങ്കിൽ പകൽ വെളിച്ചത്തിൽ നടത്തുന്നതാണ് വെള്ളാട്ടം. ഓരോ കോലങ്ങൾക്കും പ്രത്യേക മുഖമെഴുത്തും മെയ്യെഴുത്തും മറ്റു ചമയങ്ങളും ഉണ്ട്. തിറയാട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വേഷം ഭഗവതി തിറയാണ്. കത്തിച്ച പന്തങ്ങൾ, വാൾ, പരിച, കുന്തം, അമ്പും വില്ലും ഇവ വേഷങ്ങൾക്കനുസരിച്ച് കോലോധാരികൾ ആട്ടത്തിനിടയിൽ ഉപയോഗിക്കാറുണ്ട്. ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് തിറയാട്ടക്കാലം. തിറയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇനിയും ഏറെ ഉണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ എൻഡ് ചെയ്യാൻ കംപ്ലീറ്റ്ലി പറ്റിയില്ല. തിറ കുറച്ച് നേരം കണ്ടു. ഒരു കുഞ്ഞു വീഡിയോ ആണ്, ചെറുതായിട്ട് നാട്ടിലുള്ള തിറ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിളിച്ചു. വൈകിട്ട് പുറത്തു പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് തിരിച്ചെത്തുമ്പോഴേക്കും ലേറ്റായി. അങ്ങനെ ഉത്സവം നടക്കുന്നിടത്ത് പിന്നെ പോകാൻ കഴിഞ്ഞില്ല. വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണിത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.